ഇപ്പോഴും നമുക്കൊരു വാക്യം ധ്യാനിക്കാം. രാവിലെ നേരം കർത്താവിന് വേണ്ടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്കൊരാശ്വാസം ലഭിക്കുന്നതാണ്. നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ദൈവം നമ്മളെ പണിയും, ദൈവം നമ്മളെ നടത്തുന്ന ഒരു കർത്താവ്. സങ്കീർത്തനം 2-ാം അധ്യായം അതിൻ്റെ വായിക്കാൻ പറയാം. സങ്കീർത്തനം 2-ാം അധ്യായം 8-ാം വാക്യം. സങ്കീർത്തനം 2-ാം അധ്യായം 8-ാം വാക്യം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. എപ്പോൾ എന്നോട് ചോദിച്ചു കൊള്ളുക, യേശുവിനോട് ചോദിച്ചു കൊള്ളുക, ദൈവത്തോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമാക്കും. ജാതികൾ ആരാണ്? ഈ ജാതികൾ നമ്മളെല്ലാവരും തന്നെ തന്നെയാണ്. മനുഷ്യരെ അവകാശമായി തരും, ജാതികളെ അവകാശമായി തരും, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇത് വാഗ്ദത്ത വചനമാണ്, ബൈബിളിലെ വചനമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജ്ഞാനമുള്ളവരായി ജീവിക്കേണ്ടതാണ്. നമ്മൾ വെളിയിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് പോകുക, പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ട് ദൈവാശ്രയത്തിൽ വെച്ചിട്ട് ചെയ്യുക. യേശുപ്പച്ചനെ വിളിക്കുക, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുക, യേശുപ്പച്ചനോട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുക. യേശുപ്പച്ചനെ ബൈബിൾ ധ്യാനിക്കണം, പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, മൂത്തവരെ ബഹുമാനം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി ജാതികളെ അവകാശമായും തരും. ദൈവം നമുക്ക് ആശ്രയിപ്പാൻ ഈ ലോകത്ത് യേശുപ്പച്ചൻ മാത്രമേ ഉള്ളൂ ആശ്രയിപ്പാൻ. അപ്പോൾ യേശുപ്പച്ചനെ ആശ്രയിക്കാം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വിവരമുള്ളവരായിരിക്കുവാനും ദൈവം ആഹ്വാനം ചെയ്യുന്നു. ഈ ബൈബിളിലെ 2-ാം അധ്യായം സങ്കീർത്തനം 1-ാം അധ്യായം നോക്കിയാൽ, ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് 1-ാം അധ്യായം കൊടുത്തേക്കുന്നത്. 2-ാം അധ്യായത്തിൽ കൊടുത്തേക്കുന്നത് ജാതികൾ കലഹിക്കുന്നത്, വംശങ്ങൾ വ്യർത്ഥമായി നിർമ്മിക്കുന്നത് എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നതും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നീ അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അതായത് ദൈവത്തെ അന്വേഷിക്കാത്ത തലമുറയെ നോക്കി ദൈവം ചിരിക്കുകയാണ്. യേശുപ്പച്ചനെ അറിയാതെ വേറെ ഏതാണ്ട് വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരെ നോക്കി ദൈവം ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആശ്രയമുള്ളവരെ, വിവരമുള്ളവരെ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ അവൻ എന്നോട് അടുത്ത് വരും. നമ്മൾ അടുത്ത് എന്നാലേ ദൈവം അടുത്ത് വരത്തുള്ളൂ. നിന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ നിന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അതിൽ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് അവകാശമായി തരും. ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ദൈവം എത്ര നല്ല വാക്യം ദൈവം രാവിലെ ദിവസം തരുന്നു. നമ്മൾ വാക്യം ധ്യാനിക്കാം, കർത്താവിനോട് അപേക്ഷിക്കാം, കർത്താവിനെ വിളിക്കാം, പ്രാർത്ഥിക്കാം. ആമീൻ, ആമീൻ.